വീട്ടിൽ പഴം ഇരിക്കുന്നുണ്ടോ എന്നൊന്നും നോക്കണ്ട, വേഗം നമുക്കൊരു പഴപ്രഥമൻ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ് പഴപ്രഥമൻ. പഴുത്ത പഴം എടുത്തിട്ട് പുഴുങ്ങാൻ വെക്കാം. പുഴുങ്ങുന്നതിനൊപ്പം തന്നെ നമുക്കപ്പോൾ തേങ്ങാപ്പാൽ സെറ്റാക്കാം. രണ്ട് രീതിയിൽ ഉണ്ടാക്കും. ഒന്ന് പഴം ചെറുതായി മുറിച്ചിട്ട് നെയ്യിൽ വാട്ടിയിട്ടും ഉടച്ചുണ്ടാക്കും, അതെല്ലാം പുഴുങ്ങിയിട്ടും ഉണ്ടാക്കും. ഒന്നുകൂടി ഈസി വേ എനിക്ക് തോന്നിയിട്ടുള്ളത് പുഴുങ്ങിയിട്ടാണ്. നമുക്ക് പുഴുങ്ങാൻ വെക്കുന്ന നേരം ആ ടൈം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും വേണം. അത്യാവശ്യം നാളികേരം ഞാൻ വലിയ 2 നാളികേരമാണ് എടുത്തിട്ടുള്ളത്. അത് 2 പാലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ പഴം പുഴുങ്ങി വന്ന് നല്ല പഴുത്ത പഴയാകുമ്പോൾ നമുക്ക് നല്ല വേഗത്തിൽ പുഴുങ്ങി കിട്ടും. കുറച്ച് പണിയായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു നാരെടുത്ത് കളയലാണ്. നമുക്ക് പുഴുങ്ങി കഴിഞ്ഞതിന് ശേഷം ചൂടാറിയിട്ട് ഈ ഒരു നാരിങ്ങനെ മുറിച്ചിട്ട് എടുത്ത് കളയണം. അതാണ് കുറച്ച് ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു പഴം നമ്മൾ പാത്രത്തിലാക്കി എന്നിട്ട് അത് മുഴുവൻ എടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുക. നമുക്ക് ഒരു കിലോ പഴം ഞാൻ എടുത്തിട്ടുണ്ടാവും ഇതിന്. അങ്ങനെ അത് മിക്സിയുടെ ജാറിലിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് അടിച്ചെടുക്കാൻ. ഇതിൻ്റെ ഒപ്പം നമുക്ക് വേണമെങ്കിൽ ഏലക്കയും ഇതിൻ്റെ ഒപ്പം ഇടാം. എല്ലാം നമ്മൾ സെപ്പറേറ്റ് അടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഒരു 4-5 അച്ച് ശർക്കര കൊടുക്കാൻ വേണ്ടി വയ്ക്കാം. നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ് കേട്ടോ. നമുക്ക് വേറെ ഐറ്റംസ് ഒന്നും വാങ്ങണ്ട, വീട്ടിലുള്ള അതേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ തട്ടിക്കൂട്ടി വേഗം ഉണ്ടാക്കാം. പിന്നെ ഒരു പാത്രത്തിലോട്ട് നെയ്യ് ഒഴിക്കുക. ഇത്ര നെയ്യ് ഒഴിക്കണ്ട, ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടി പോയി. ഇതിൻ്റെ പകുതി മതി. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പഴം ചേർക്കുക. ജസ്റ്റ് 2 സെക്കൻഡ് ഒന്ന് ഇളക്കുക. നമ്മൾ ശർക്കര പാനി ഒഴിക്കാം. ഇങ്ങനെ ശർക്കര പാനി ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ അരിച്ചൊഴിക്കാൻ നോക്കാം. എല്ലാം നിങ്ങൾ അതിൽ വേസ്റ്റ് നമ്മുടെ ഈ പായസത്തിൽ വരും. വല്ലാണ്ട് ഇതിൽ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം കുക്ക് ചെയ്ത ഐറ്റംസ് ആണല്ലോ. പഴമൊക്കെ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഒന്നും വല്ലാണ്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. ഒന്ന് രണ്ടാം പാൽ ഒഴിക്കുക. ഒന്ന് തിള വന്നതിൻ്റെ ശേഷം നമ്മൾ ഇപ്പോഴാണ് ഏലക്കപ്പൊടി ഇടുന്നത്. ഒന്ന് ചതച്ച ഏലക്കപ്പൊടിയാണ്, നല്ല പൗഡറായിട്ടുള്ള ഏലക്കപ്പൊടി ഇടാം. നേരത്തെ ഞാൻ അരിഞ്ഞു വെച്ച തേങ്ങാക്കൂത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലോട്ട് വറുത്തെടുക്കാം. അതിൽ നമുക്ക് ക്യാഷ്യും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ക്യാഷ്യൂ ഇട്ടിട്ടില്ല, നാളികേരക്കൂത്താണ്. ഇതിലൊന്നും കൂടി ടേസ്റ്റ് കൂട്ടാം. അത് വറുത്തെടുക്കാം. എന്നിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. നല്ലോണം ഇളക്കുക. എന്നിട്ട് നമുക്ക് തേങ്ങാക്കൂത്തിടാം. തണുത്ത് കഴിഞ്ഞിട്ട് കുടിക്കുമ്പോഴായിരിക്കും ഒന്നും ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് തിക്കാവും. ഈ ഒരു ലൂസ് ഉണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി തിക്കാവും. നാളികേരക്കൊത്തൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇറക്കി ഒന്ന് കുറച്ച് അടച്ചു വെച്ചതിന് ശേഷം ചൂടാറിയിട്ട് നമുക്ക് ടേസ്റ്റ്